അദ്ദേഹം പറഞ്ഞത്, അൻവർ പറഞ്ഞത് പലസ്തീനെ കുറിച്ച് സ്വരാജ് പറയും, നിലമ്പൂരിനെ കുറിച്ച് പറയില്ല എന്നാണ്. അതിനോടൊരു മറുപടി. പലസ്തീനിലും നിലമ്പൂരിലും എല്ലാം ഉള്ള മനുഷ്യരാണ്. ആ മനുഷ്യരെ കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു കമന്റായി എടുത്താൽ മതി. അതൊക്കെ നമുക്ക് സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ എടുത്ത് അങ്ങനെ മുന്നോട്ട് പോകാം. ഓക്കെ, ആവേശ സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ കാണുന്നു നാട്ടിന്റെ ഒരു സ്നേഹത്തെ? നാടിന്റെ സ്നേഹവായ്പ് ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നു. അതിൽ ഏറ്റവും ആഹ്ലാദകരമായ ഒരു കാര്യം, LDF-ന്റെ ഔപചാരികമായ പ്രചരണ പരിപാടികൾ ആരംഭിച്ചിട്ടില്ല. ഉച്ച കഴിഞ്ഞ് തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. ഇത് റെയിൽവേ സ്റ്റേഷനിൽ ഒരു ചെറിയ സ്വീകരണം ആലോചിച്ചതാണ്. പക്ഷെ ഞങ്ങളെ വിസ്മയിപ്പിക്കും വിധം നിലമ്പൂരിലെ ജനസഞ്ചയം അണമുറിയാത്ത നദീജല പ്രവാഹം എന്ന പോലെ ഇവിടെ ഒഴുകിയെത്തിയിരിക്കുകയാണ്. അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ മാത്രമല്ല, വ്യത്യസ്ത രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവരുമുണ്ട്. എനിക്ക് വ്യക്തിപരമായി തന്നെ പരിചയമുള്ള അത്തരം പല മുഖങ്ങളും ഞാനിവിടെ കാണുകയുണ്ടായി. അത് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് വളരെ അഭിമാനവും സന്തോഷമുള്ള കാര്യമാണ്. പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് പിന്തുണ അറിയിക്കാനെത്തിയ എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. അവരുടെ പിന്തുണ സ്നേഹാദരങ്ങളോടെ ഞാൻ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു. സാധാരണ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്ന് പറയാൻ ചില ആൾക്കാർക്ക് ഭയമാണ്. പക്ഷെ സ്വരാജ് ധൈര്യത്തോടു കൂടി പറഞ്ഞു, ഇത് സർക്കാരിന്റെ വിലയിരുത്തലാണ്, സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ചർച്ച ചെയ്യുമെന്ന്. അത്രയും ആത്മവിശ്വാസം എന്തുകൊണ്ടുണ്ടായി? അത് ജനങ്ങളുടെ ബോധ്യം തിരിച്ചറിയുന്നതുകൊണ്ടാണ്. ജനങ്ങൾ കഴിഞ്ഞ 9 വർഷം കേരളത്തിൽ വന്ന മാറ്റം ശരിയായി മനസ്സിലാക്കുന്നുണ്ട്. ഞാനിപ്പോൾ പല മാധ്യമങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ രാഷ്ട്രീയമായി ഇടതുപക്ഷത്തെ വിമർശിക്കുന്നവരുണ്ട്, ഞങ്ങളോട് പരിഭവം കാണിക്കുന്നവരുണ്ട്. അത് സ്വാഭാവികമാണ്. പക്ഷേ അത്തരം ആളുകളും ഈ നാട്ടിലുണ്ടായ മാറ്റം അംഗീകരിക്കുന്നവരാണ്, അത് തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിൻ്റെ ഉദാഹരണം, ഇപ്പോൾ കേരളത്തിൽ പവർ കട്ടില്ല, ലോഡ് ഷെഡിംഗ് ഇല്ല. UDF കേരളം ഭരിക്കുന്ന സമയത്ത് ഇത് രണ്ടും ഉണ്ടായിരുന്നു. ആദ്യം അരമണിക്കൂർ, പിന്നെ 1 മണിക്കൂർ, പിന്നെ അപ്രഖ്യാപിതം. ഇതായിരുന്നു പവർ കട്ട്. ഇരുളിലാണ്ട് ആ കാലം തിരിച്ചു വരണമെന്ന് ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കില്ല. അവർ നമ്മളെ എതിർക്കും, വിമർശിക്കും. പക്ഷേ പവർ കട്ട് ഉണ്ടാവരുത്, LDF-ന്റെ ഈ വികസനം തുടരണം എന്നാഗ്രഹിക്കും. അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഓക്കെ, ഒരു കാര്യം കൂടി. അല്പസമയം മുമ്പ് അദ്ദേഹം പറഞ്ഞത്, അൻവർ പറഞ്ഞത് പലസ്തീനെ കുറിച്ച് സ്വരാജ് പറയും, നിലമ്പൂരിനെ കുറിച്ച് പറയില്ല എന്നാണ്. അതിനോടൊരു മറുപടി. പലസ്തീനിലും നിലമ്പൂരിലും എല്ലാം ഉള്ള മനുഷ്യരാണ്. ആ മനുഷ്യരെ കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു കമന്റായി എടുത്താൽ മതി. അതൊക്കെ നമുക്ക് സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ എടുത്ത് അങ്ങനെ മുന്നോട്ട് പോകാം. ഓക്കെ.